What is the class? എന്തുവായിരുന്നു ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നേ? ആർട്ടിഫിഷ്യൽ പോളിനേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ചാപ്റ്റർ എന്തുവായിരുന്നു? ഫ്ലവേഴ്സ് ടു ഫ്ലവേഴ്സ്. ഫ്ലവർ ടു ഫ്ലവർ. ഓക്കെ, അന്നേരം എന്തുവാ സംഭവം? എന്തുവാ എല്ലാരും നമ്മൾ ഇതിനകത്ത് ഫ്ലവേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഫ്ലവേഴ്സിനെ കുറിച്ചാണ് മാം ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്തിട്ട് പാർട്സ് ഓഫ് ദ ഫ്ലവർ ഒന്ന് പറഞ്ഞേ. Who's going to say? Pedicel, thalamus, calyx, corolla, andrecium, gynoecium. ഓക്കെ, അന്നേരം ഇനി എല്ലാരും മ്യൂട്ട് ചെയ്തോണം. ടീച്ചർ പറയുന്നവർ മാത്രമേ പറഞ്ഞാൽ മതി. ഓക്കെ, എബിനോ, where are you? Yes, parts of the flower പറഞ്ഞോ. മാം പെഡിസില്, തലാമസ്, കൊറോള, ആൻഡ്രിയോ? അതാരാ? അല്ല ആൻഡ്രി, തെറ്റിപ്പോയതാണ്. തെറ്റിപ്പോയത്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ആരാ? പെഡിസിൽ പറഞ്ഞു, തലാമസ് പറഞ്ഞു, കൊറോള പറഞ്ഞു. പക്ഷെ ഒരാളെ വിട്ടല്ലോ. ടീച്ചറിന്റെ സ്ക്രീൻ ആണോ കാണുന്നേ? അല്ല മാം, ടീച്ചറിന്റെ സ്ക്രീൻ അല്ലയോ കാണുന്നേ? അല്ല മാം, മാം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ മാം? അല്ല മീൻസ് വാട്ട്? യെസ് ഓർ നോ? എന്തോ മോനെ? അല്ല മാം, ഞാൻ മാമിനെയും പിന്നെ ബൃന്ദയെ അലീനാവിനെയും മാത്രമേ കാണുന്നുള്ളൂ മാം. യോ, അങ്ങനെ കാണരുത്. ടീച്ചർ ഇപ്പൊ ടീച്ചർ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ആ സ്ലൈഡ് ഒക്കെ കാണണം. ടീച്ചറിനെ കാണുന്നുണ്ടോ? ഓക്കെ, അന്നേരം എന്തുവാ ഇവിടെ ഇട്ടേക്കുന്ന? എന്തുവാ പാർട്സ് ഓഫ് ദ ഫ്ലവർ? വായിച്ചോ? കാലിക്സ്. അന്നേരം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു ഓർഡറിൽ പറഞ്ഞാൽ നമുക്ക് ഒന്നും വിട്ടുപോകത്തില്ല. ഇപ്പൊ ഓർഡറിൽ പറയാത്തോണ്ടാണ് വിട്ടുപോകുന്നത്. ഈ ഒരു പടം മനസ്സിനകത്ത് ഓർത്തിരിക്കണം. ദാറ്റ് മീൻസ് പെഡിസിൽ, തലാമസ്, കാലിക്സ്, കൊറോള. മനസ്സിലായോ? അന്നേരം അതിന്റെ കൂട്ടത്തിൽ മറ്റു രണ്ട് പാർട്സ് എന്തുവായിരുന്നു കൊറോള കഴിഞ്ഞിട്ടുള്ളേ? ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അറിയോ? രണ്ട് എബനുണ്ടോ ക്ലാസ്സില്? അത് ആരായിരുന്നു പറഞ്ഞേ? ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അത് തന്നെ, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അന്നേരം ഈ ആൻഡ്രൂ എന്ന് പറയുന്ന സംഭവമാണോ ഈ ആൻഡ്രീഷ്യം? എബനോ, ഇങ്ങനെ പറയുമ്പോ വെട്ടി അത് കണക്ഷന്റെ പ്രോബ്ലം മോനെ. ഓക്കെ, സോ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് എന്താ സംഭവം? എന്തുവാ ആൻഡ്രീഷ്യം? മാം അതിന്റെ ഇതളുകള് മാം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ബി സ്പെസിഫിക് ആയിരിക്കണം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ദി ഫ്ലവർ. No, you are not concentrating. ശ്രദ്ധ അപ്പുറത്തിപ്പുറത്തൊക്കെ പോകുന്നു. I think because of the net issue maybe. Right? എബനെ? Okay. So ടീച്ചർ പറയാൻ വന്നത് ആൻഡ്രീഷ്യം എന്താണ്? അലീന? അലീന, വിനോയ്? Male reproductive part. Male reproductive part. What is gynoecium? Female reproductive. Female reproductive part. Okay, so that is the part of the reproductive system. endha mone?
Alright. So അതാണ് parts of the flower. അതിനകത്ത് ഓരോ പാർട്സിന് എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു തരാമോ? പെഡിസലിന്റെ ഫങ്ഷൻ എന്താണ്? പെഡിസലിന്റെ ആരോടാ ചോദിച്ചത്? ആരോട് വേണമെങ്കിലും പറഞ്ഞോ, പേര് പറയുന്നില്ല. Connects the flower with the plant. Okay, very good. Connects the flower with the plant. Next, gynoecium. Female reproductive Female part of the flower. Thalamus. Holds different parts of the flower. Calyx. Protects the flower when it is a bud. Bud holds after it blooms. Very good. Andrecium. Male reproductive part of the flower. Corolla. Provides color, fragrance, attractiveness to the flower. Very good. What are the parts of gynoecium? Meryl undo? Meryl. Okay. Shravani, what are the parts of gynoecium? What are the parts of gynoecium? Parts of gynoecium. Gynoeciumന്റെ parts എന്തൊക്കെയാണ്? Stigma, style, ovary, ovule. Very good. And Jennifer, parts of andrecium. And anther. Andrecium in the part. Anther. Anther മാത്രമേ ഉള്ളോ? Filament. Anther and filament. Right? Okay. So അത്രയും നമ്മൾ വായിച്ചു. പിന്നെ നമ്മൾ എന്താണ്? നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും, പ്രയാസപ്പെടുന്നുണ്ട്. ടീച്ചർ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ആൻഡ്രീഷ്യമിന്റെ പാർട്ട് ആണ് ആന്തർ ആൻഡ് ഫിലമെന്റ്. ഗൈനീഷ്യമിന്റെ പാർട്ട് ആണ് സ്റ്റൈൽ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ആൻഡ് ഓവ്യൂൾ. യാ. അന്നേരം ഇനിയും നമ്മള് റീപ്രൊഡക്ഷനെ കുറിച്ച്. ഓക്കെ, വാട്ട് ആർ മെയിൽ ഫ്ലവേഴ്സ്? മെയിൽ ഫ്ലവേഴ്സ് എന്താണ്? അലീന വിനോയ്. Male flowers endana. What are male flowers? Alina Vinoy. Andrecium മാത്രമുള്ളത്. അത് ഇംഗ്ലീഷിൽ പറ മോനെ. Flowers that have only andrecium. പറഞ്ഞേ. Flowers that have only andrecium. Very good. Are called male flowers. Are called male flowers. Okay. What are female flowers? Felvin. What are female flowers? Female flowers endana? Female flowers endana? Felvin. Network issue ano? Enna Meryl. Female flowers endana? What are female flowers? Meryl. Meryl also has network issues. പിന്നെ ആരെയാ പൊക്കുന്നേ? ഞാൻ ആരെങ്കിലും അങ്ങ് പറഞ്ഞു. ആൻസർ പറഞ്ഞു. What are female flowers? Flowers that have only gynoecium are called female flowers. Flowers that have only gynoecium are called female flowers. Very good. Now, ഈ process of pollination ന്റെ definition എന്തുവാ? Who can say the definition of pollination? Pollination എന്ന് പറയുന്ന സംഭവം എന്താണ്? Transfer of pollen grains from anther to the stigma of another flower is called
pollination. മോനെ അവിടെ അവിടെ ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ അല്ല, അതിന്റെ സ്വന്തം ഫ്ലവറിലോട്ട് തന്നെ അതിന് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അന്നേരം പോളിനേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ. മനസ്സിലാവുന്നുണ്ടോ? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ടുള്ള ട്രാൻസ്ഫർ ആണ് പോളിനേഷൻ. ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, ദിസ് ഇസ് ഫോർ എവ്രിബഡി. ടീച്ചർ എന്തുകൊണ്ടായി ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞാല് നിങ്ങളിപ്പം ഒരു വീക്കെൻഡ് കഴിഞ്ഞിട്ടല്ലേ വന്നേ, അന്നേരം നിങ്ങൾക്ക് ഈ ഒരു ലെസൺ പിന്നെയും റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. സോ ഡോണ്ട് ബി സ്കേർഡ്. ആൻഡ് തെറ്റിയാലും വേണ്ടില്ല, നമ്മൾ തെറ്റ് പറയുമ്പോഴാണ് നമുക്കൊന്ന് തിരുത്താൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഡോണ്ട് വറി ഇഫ് യു ആർ സേയിങ് ഇറ്റ് റോങ് കേട്ടോ. തെറ്റ് പറയുകയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചല്ലേ നമ്മൾ പറയുന്നേ, അന്നേരം ആ തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റും. സോ പോളിനേഷൻ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ആവുന്ന ഈ പോളൻ ഗ്രെയിൻസ് ഈ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതിന്റെ പ്രോസസ് ആണ് പോളിനേഷൻ. ഓക്കെ, കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? Now what are pollinating agents? Pollinating agents എന്താണ്? Factors that help pollination are called pollinating Factors agents. that help pollination. ഈ pollination സഹായിക്കുന്ന factors ആണ് pollinating agents, right? So those who help pollination are called pollinating agents. So pollination എന്താണ്? Transfer of pollen grains from the anther to the stigma is called a pollination. Factors that help pollination are called pollinating agents. Very good. അന്നേരം അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു തരാമോ? എന്തൊക്കെയാണ് പോളിനേറ്റിംഗ് ഏജന്റ്സിന്റെ എക്സാമ്പിൾ? Water, honeybee, birds, Wind, honeybees, birds. Okay, very good. So you understood what pollination is. Now what is fertilization? ഒറ്റൊരു വരിയിൽ പറയണം. ഫെർട്ടിലൈസേഷൻ എന്താണ്? What is fertilization? Fusion of male gamete and female gamete called fertilization. Good job. അതാണ് ശരിക്കുള്ള ഫെർട്ടിലൈസേഷൻ. എന്താണ്? അതിന്റെ ഒരു ഫ്യൂഷൻ ആണ്. മെയിൽ ഗമീറ്റ് ആൻഡ് എഗ്. എഗിന്റെ ഒരു ഫ്യൂഷൻ ആണ് fertilization. Okay, so what is fertilization? Fusion of male gamete with the egg is called fertilization. ഇനി അവർ ചോദിക്കും എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ? ഹൗ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ്? എങ്ങനെയാണ്? ആർക്കെങ്കിലും പറയാവോ? ഹൗ ഇസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. മോനെ, ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? ഹൗ ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ്? ഹൗ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ്? ആർക്കും അറിയത്തില്ലയോ ഫെർട്ടിലൈസേഷൻ എങ്ങനെ നടക്കുന്നതെന്ന്? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും കൂടെ ഒരുമിച്ച് സൈഗോട്ട് ഉണ്ടാകുമ്പോഴാണ് എങ്ങനെയാണ് ദാറ്റ് ഇസ് കറക്റ്റ്. എങ്ങനെയാണ്? പക്ഷെ അതെങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത്? That is fertilization. Fertilization എന്ന് പറഞ്ഞാൽ male gamete fusion of male gamete with egg gives is known as fertilization. എന്താണ്? എങ്ങനെയാണ്? How the process of fertilization takes place? അന്നേരം എന്താണ് പറയുന്നത്? Male gamete from the pollen grain. Pollen grainൽ നിന്നുള്ള male gamete should reach the ovary. Ovary reach ചെയ്യണം and fuse with the egg. ഇല്ലേ? അന്നേരം മാത്രമേ ആ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. ഇല്ലേ? So the male gamete, how എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം the male gamete from the pollen grain should reach the ovary and fuse with the egg. കേട്ടോ? മനസ്സിലാവുന്നുണ്ടോ? male gamete from the pollen grain എവിടെ വന്നിക്കും? Falls on the
Stigma, and then it reaches the ovary and fuses with Ovary the and മനസ്സിലാവുന്നുണ്ടോ? egg. ആ പ്രോസസ്സിനെയാ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് ആ ആവാനുള്ള ആ ഒരു ഇത് മനസ്സിലാവുന്നതിന്റെ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയാണ് ടീച്ചർ അത് ചോദിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓൾറൈറ്റ്. സോ ദെൻ പിന്നെ നമ്മൾ കാണുന്ന എവിടാണ് നമുക്ക് ഈ എഗ്ഗ് കാണാൻ പറ്റുന്നേ ഫ്ലവറിന്റെ? Egg is seen in the ovule inside the ovary. ഓവറി. അന്നേരം ഈ ഫെർട്ടിലൈസേഷൻ എവിടാണ് സംഭവം നടക്കുന്നത്? Where does the fertilization take place? Fertilization takes place in the ovary. Ovary. Okay. Where is this male gamete seen? എവിടാണ് ഈ male gamete കാണുന്നത് നമ്മള്? Male gamete seen in the pollen grains of the flower. Anther. Of the anther. Very good. So അത്രയും നമ്മൾ വായിച്ചു. പിന്നെ നമ്മൾ എന്താണ് നമ്മൾ വായിച്ചത്? ആർട്ടിഫിഷ്യൽ പോളിനേഷനെ കുറിച്ച് വായിച്ചു. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? Pollen grain from superior quality plants collected. Pollen grains from superior quality plants are collected. ഈ superior quality പ്ലാന്റ്സിനകത്തുനിന്ന് ഈ pollen grains നെ കളക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? ഡസ്റ്റ് ചെയ്യും, ഇല്ലേ? ഇങ്ങനെ ഡസ്റ്റ് ചെയ്യും. എവിടാണ് ഡസ്റ്റ് ചെയ്യുന്നേ? സ്റ്റിഗ്മയിലോട്ട്. മറ്റ് പ്ലാന്റ്സ്, അതുപോലത്തെ മറ്റ് പ്ലാന്റ്സിന്റെ സ്റ്റിഗ്മയിലോട്ട് അത് ഡസ്റ്റ് ചെയ്യും. പോളൻ ഗ്രെയിൻസ് ഹൈ ക്വാളിറ്റി പ്ലാന്റ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്യും. എന്തിനാണ്? ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സീഡ്സ്. നല്ല കൂടിയ ക്വാളിറ്റി സീഡ്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് ദിസ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ pollination. ഓക്കെ. സോ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. പോളൻ ഗ്രെയിൻസ് ഫ്രോം സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്. സുപ്പീരിയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിയത് കേട്ടോ. ഭയങ്കര നല്ല ക്വാളിറ്റി, ഭയങ്കര കൂടിയ ക്വാളിറ്റി പ്ലാന്റ്സിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ആർ കളക്റ്റഡ്, റൈറ്റ്? എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഡസ്റ്റ് ചെയ്യും. എവിടാണ് ഡസ്റ്റ് ചെയ്യുന്നത്? സ്റ്റിഗ്മയുടെ മണ്ടയ്ക്കാണ് ഡസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സീഡ്സ്. നല്ല ക്വാളിറ്റി സീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. 2 ടൈപ്പിലെ പോളിനേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ്? Self pollination and cross pollination. So what is self pollination? എന്താണ്? Self pollination is the pollination of a flower by pollen from the same flower or from another flower on the same plant. അന്നേരം സെൽഫ് പോളിനേഷൻ ആ പേര് പറയുന്നത് പോലെ തന്നെ മൈ സെൽഫ്, അല്ലെ? സെൽഫ്, സ്വന്തമായിട്ടുള്ളത്. അന്നേരം ആ പോളിനേഷൻ ഓഫ് എ ഫ്ലവർ ബൈ പോളൻ. എവിടുന്നാണ് പോളിനേഷൻ നടക്കുന്നത്? ആ പോളൻ ഫ്രം ദ സെയിം ഫ്ലവർ ഓർ ഫ്രം another flower on the same plant. ആ സെയിം ഫ്ലവറിൽ നിന്നുള്ള പോളൻ സ്റ്റിഗ്മയിലോട്ട് വീഴുമ്പോഴോ ഇല്ലെങ്കിൽ അതേ ചെടിയിലുള്ള അതേ പ്ലാന്റിലുള്ള മറ്റൊരു പൂവിൽ നിന്ന് ഒരു പൂവിലോ അതിന്റെ സ്വന്തമായിട്ടുള്ള പൂവിലോട്ട് വീഴുമ്പോഴാണ് സെൽഫ് pollination നടക്കുന്നത്. So self pollination, what is self pollination? Self pollination is the pollination of a flower by pollination of a flower by pollen from the same flower or from another flower on the same plant. Yes. അന്നേരം cross pollination എന്താണ്? Cross pollination. Cross pollination is the pollination between flower of 2 different plants on the same plant. Very good. അന്നേരം ക്രോസ് പോളിനേഷൻ, നിങ്ങൾ ക്രോസ് പോളിനേഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇത്. ക്രോസ് ചെയ്യുവാന്ന്, റൈറ്റ്? സിക്സർ അടിക്കുന്ന പോലെ ഒരു ഫീൽഡ് അങ്ങ് ക്രോസ് ചെയ്ത് അങ്ങ് പോവുക, റൈറ്റ്? സോ അതുപോലെ അത് ഇത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഇസ് പോളിനേഷൻ ബിറ്റ്വീൻ ഫ്ലവേഴ്സ് ഓഫ് 2 different plants. 2 different plants തമ്മിലുള്ള പോളിനേഷൻ ആണ് നടക്കുന്നത്, റൈറ്റ്? So it is a pollination between flowers of 2 different plants of the same species. മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am.
So different flowers of two different plants. Different flowers of two different plants. Okay. All right. So നമ്മൾ പിന്നെ എന്താണ് കണ്ടേ? നമ്മൾ ഈ പോളിനേഷൻ എല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്ക് പോളിനേഷൻ നടന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മെയിൽ ഗമീറ്റ് പതുക്കെ ഓവറിയിലോട്ട് എത്തുന്നു, ഫോംസ് ദ ഫ്യൂസസ് വിത്ത് ദി എഗ് ആൻഡ് ദെൻ ഫോംസ് ഫ്രൂട്ട് അല്ലേ? ആ ഫ്രൂട്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ റെസ്റ്റ് ഓഫ് ദ പാർട്സ്? മറ്റ് പാർട്സിന് എന്താണ് സംഭവിക്കുന്നത്? പ്ലാന്റ്സിന്റെ മറ്റ് പാർട്സ് ഒക്കെ നമ്മൾ പഠിച്ചു. പെഡിസിൽ പഠിച്ചു, തലാമസ്, കാലിക്സ്, കൊറോള, റൈറ്റ്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അന്നേരം ബാക്കിയുള്ള പാർട്സിനൊക്കെ എന്താണ് സംഭവിക്കുന്നത്? യെസ്. പെഡിസിൽ എന്ത് പറ്റും? ഭയങ്കര സ്ട്രോങ് ആവും, തണ്ടല്ലേ, റൈറ്റ്? പെഡിസിൽ ഭാഗം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും. ബിക്കോസ് ആ ഫ്രൂട്ടിനെ ബലത്തോടെ ഇങ്ങനെ പിടിച്ചു നിർത്തണ്ടേ. സോ ഇറ്റ് ബിക്കം സ്ട്രോങ്. ദെൻ വാട്ട് ഹാപ്പൻസ്? ആ നടുക്കലത്തെ ആ സ്വെല്ലിംഗ് ഭാഗം, വീർപ്പുള്ള ആ വീർത്തിരിക്കുന്ന ഭാഗം, തലാമസ്, അതെന്താണ്? അതും നല്ല സ്ട്രോങ് ആയിട്ട് വരും. അവിടെയാണ് ഓവറി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? നമ്മൾ കാലിക്സിനെ കണ്ടു അല്ലെ? കാലിക്സ്, ആ ലീഫി സ്ട്രക്ചർ, ആ പൂവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ബഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാലിക്സിന് എന്താണ് സംഭവിക്കുന്നത്? നല്ല സ്ട്രോങ് ആവും. തക്കാളി, ഇൻ ടൊമാറ്റോ ആൻഡ് ഇൻ ബ്രിഞ്ചോൾ, അതിലെല്ലാത്തിലും ഈ കാലിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആവും. മറ്റ് ചെടികളിലെല്ലാം അതങ്ങ് ഫോളോ ഓഫ് ചെയ്യും, അതങ്ങ് കൊഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ കാണുന്ന കൊറോള, അതിന്റെ പെറ്റൽസ് ഇല്ലേ? ആ പെറ്റൽസ് ഒക്കെ എന്താണ് സംഭവിക്കുന്നത്? അതെല്ലാം ഫോളോ ഓഫ് ചെയ്യും, അതങ്ങ് കൊഴിഞ്ഞു പോകും. Then if you see, look at your textbook. സോ ഇതുവരെയാണ് ടീച്ചർ പഠിപ്പിച്ചത്. ടീച്ചർ ഇതുവരെ റിവിഷൻ ആണ് ടീച്ചർ എടുത്തത്. ഓക്കെ. സോ പേജ് 40 നമ്മൾ ബാക്കി നമ്മൾ നോക്കുന്നത്. യു ക്യാൻ സി, നമ്മൾ ആഷ് ഗോഡിന്റെ ഫ്ലവറിൽ എടുത്തിട്ട് നമ്മൾ നോക്കുക, വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു എ സീഡ്? ഏത് പാർട്ടാണ് സീഡ് ആയിട്ട് മാറുന്നത്? ഫ്ലവർ മാം. ഫ്ലവർ Ovule. യെസ്, ഓവ്യൂൾ അല്ലേ? ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഓവ്യൂള് കട്ടിയാവുന്നത്, റൈറ്റ്? അതൊരു കുഞ്ഞു, അതിനകത്തൊരു കുഞ്ഞു എംബ്രിയോ ഇങ്ങനെ പാത്തിരിക്കും. എന്നിട്ട് അതിന്റെ ആ ചുറ്റുമുള്ള ആ ഷെല്ലെല്ലാം കൂടെ കട്ടിയാവുമ്പോഴത്തേക്ക് അതാണ് ഒരു സീഡായിട്ട് മാറുന്നത്. ആ പടമൊക്കെ മറന്നുപോയോ മോനെ? എബനോ, മറന്നുപോയോ? ആ വീഡിയോ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. സോ ആ ഓവ്യൂൾ ആണ് കട്ടിയായിട്ട് സീഡായിട്ട് മാറുന്നത്. പിന്നെ വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു എ ഫ്രൂട്ട്? ആണ് മാറുന്നത്. Alright, fruits develop from flowers. Flowers, what is the function of flowers in plants? They are the reproductive part. Very good. So reproductive parts of the plant is flowers, right? So അതില് നമ്മള് മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പടമൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം മാംഗോ ഫ്ലവർ. കണ്ടോ? മാംഗോ ഫ്ലവറിൽ ഒറ്റൊരു ഓവറിയേ ഉള്ളൂ, ഒറ്റൊരു ഓവ്യൂളേ ഉള്ളൂ. സോ അതിലാണ് ഈ ഓവ്യൂൾ ഒറ്റൊരു സീഡായിട്ട് അങ്ങ് മാറുന്നത്. എന്നിട്ട് ആ ഒരു ഫ്ലവറിലാണ് ഒറ്റൊരു റൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സി, മാംഗോ ഫ്ലവർ മാംഗോ ആയിട്ട് അങ്ങ് മാറുന്നു. ഇതിനകത്തുള്ള കൊറോള എല്ലാം കൂടെ അങ്ങ് വിതർ ചെയ്ത് പോകുന്നു. ഇതിന്റെ തലാമസ് ആണ്. തലാമസിനകത്താണ് ഈ ഓവറി ഇങ്ങനെ ഓവറി ഫ്രൂട്ടായിട്ട് അങ്ങ് മാറുന്നത്. ഇവിടാണ് സ്ട്രോങ് ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? I hope you are understanding. Yes, Errol, I hope you can hear. So this is tomato flower, right? സോ ഈ ടൊമാറ്റോയിലാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ഈ തലാമസ് ഭാഗമാണ് ഓവറി ഉള്ളത്. ആ ഭാഗം മാത്രം ഇങ്ങനെ ഡെവലപ്പ് ആയിട്ട് വരും. ആ ഓവറി ഇരിക്കുന്ന ഭാഗം ഫ്രൂട്ട് ആയിട്ട് വരും. ആ ഓവ്യൂൾ ഇരിക്കുന്ന ഭാഗം എല്ലാം സീഡായിട്ട് വരും. ആ ഓവ്യൂളിന് അകത്ത് എന്താണുള്ളേ? ആ സീഡിനകത്ത് എന്താണുള്ളേ? Embryo. Yes, very good. Good job. You're attentive in class. Very good. So that is embryo. Now add more example to the simple fruits. How many seeds? How many seeds are there in a mango? Etra seed undu mango illa? One seed. Yeah, and etra ovule undu adine? Oru ovule alle. Ma'am, one ovule. Only one ovule. Only one ovule. Ah, ovule seed aayittu marune. So only one ovule. Does a tomato have only one seed? Oru seed maathre ullo tomato ke? no. No, ma'am.
seeds ഉണ്ട്. Yeah, so എത്ര ഓവ്യൂൾ അങ്ങനെ എത്ര ഓവ്യൂൾസ് ഉണ്ട്? ഒരു 1 ഓവ്യൂൾ മാത്രമേ ഉള്ളൂ? How many of you? That's very good. So find out more examples of fruits with one seed and fruits with more than one seed. So നിങ്ങൾ കുറെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം നോക്കണം. എത്ര എണ്ണത്തിന് ഒരു സീഡ് ഉണ്ട്, എത്ര എണ്ണത്തിന് 2 സീഡ് ഉണ്ട്, എത്ര എണ്ണത്തിന് ഒത്തിരി സീഡ്സ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ അന്നേരം അതൊക്കെ കണ്ട് നിങ്ങൾ നോക്കുമ്പോ ഇനിയിപ്പോ ഓറഞ്ച് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ആ സീഡ് ഒക്കെ നിങ്ങൾ ഒന്ന് ഡൈസെക്ട് ചെയ്ത് നോക്കണം, പീസ് ചെയ്ത് നോക്കണം. അതിനകത്ത് you can see small embryo inside it, right? So you have to see. അതൊക്കെ ടീച്ചർ എന്തിനാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയാ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. So you see, one flower, many fruits. Have you seen frangipani flowers? ഇതാണ് frangipani flower. Take a flower and observe the ovary and gynoecium after removing the petals. ഇതിന്റെ petals എല്ലാം മാറ്റിയിട്ട് ഇതിന്റെ gynoecium ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ടീച്ചർ ഇടയ്ക്ക് കാണിച്ചായിരുന്നല്ലോ, ഡൈസെക്ട് ചെയ്യുന്ന കാണിച്ചില്ലായിരുന്നോ? ഓരോ പാർട്ട് എടുത്ത് മാറ്റിയിട്ട് ഓരോ ഭാഗങ്ങള്. സോ അതാണ് അവര് ചെയ്യാൻ പറയുന്നത്. സോ ജസ്റ്റ് ടു സീ how the parts of the flowers are shown, right? Does the flower have only one ovary? ഒറ്റൊരു ഓവറി ഉള്ളോ? യെസ്. ഇഫ് സോ, how many fruits can be formed from one flower? ഒറ്റൊരു ഓവറി ഉണ്ടെങ്കിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ടാവും? One fruit. One fruit. ഒത്തിരി 2-3 ഓവറി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവും. Correct. So if more than one fruit is formed from a flower, such fruits are called aggregate fruits. ഒരു ഫ്ലവറിൽ നിന്ന് more than one fruit ഉണ്ടാവുന്നതിന് പറയുന്ന ഫ്രൂട്ട്സ് ആണ് aggregate fruits. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റൊരു ഫ്ലവറിൽ നിന്ന് പല ഫ്രൂട്ട്സ്, ഒത്തിരി more than one ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതിന് പറയുന്നതാണ് aggregate fruits. അതിന്റെ എക്സാമ്പിൾ എന്താണ്? കസ്റ്റേർഡ് ആപ്പിൾ. കണ്ടോ? കസ്റ്റേർഡ് ആപ്പിൾ, blackberry, polyathia fruits, etc. They are all aggregate flowers. Aggregate എന്ന് പറഞ്ഞാല് ഒറ്റൊരു ഫ്ലവറിൽ നിന്ന് more than one fruit ഉണ്ടാവുന്നുണ്ട്. കേട്ടോ? Yes. All right. So that is aggregate fruit. Then you see, look one, though not one. ഈ polyanthiya fruits എന്താ? Polyathia, I don't know, Moni. I have to see. അതിന്റെ മലയാളം എന്താന്ന് അറിയത്തില്ല. ഇതാണ് പടം. I'll find out and I'll let you know. I have no idea. Yeah, custard apple ന്റെ പൂവുണ്ട്. Custard apple ന്റെ flower custard apple ആയിട്ട്. Okay. So look one, though not one. Have you seen the flower of a jack tree? എന്ന് പറഞ്ഞ പ്ലാവിനെ കുറിച്ചാ പറയുന്നത്, അതിന്റെ പൂവിനെ കുറിച്ചാ പറയുന്നത്. Many small flowers are arranged. ഒത്തിരി ഫ്ലവേഴ്സ് ഒറ്റൊരു തണ്ടില് ഒത്തിരി ഫ്ലവേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. Observe the inflorescence of the jackfruit tree using a hand lens. നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കണം എന്നാണ് പറയുന്നത്. There are hundreds of flowers in an inflorescence of a jackfruit tree. ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് ഒരു jackfruit ട്രീയില്. Hundreds of flowers ഉണ്ട്. Can you imagine the number of fruits formed from this inflorescence? ഈ ഒരു ഫ്രൂട്ടിൽ നിന്ന് ഈ ഒരു ഫ്ലവറിൽ നിന്ന് പല തരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് പല നമ്പറിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഈ ഇൻഫ്ലോറൻസസ് ഇന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈച്ച് ഫ്രൂട്ട് ഇസ് നോൺ ആസ് എ ചക്കച്ചോള. റൈറ്റ്? നമ്മൾ കഴിക്കുന്ന ചക്കച്ചോള എന്ന് പറയുന്നത് അത് ഓരോ ഫ്രൂട്ട് ആണ്. ആൻഡ് ദ സീഡ് എന്ന് പറയുന്നതാണ് ചക്കക്കുരു. Okay, and what happens to the flowers that do not turn into fruits? ചില ഫ്ലവേഴ്സ് അത് ഫ്രൂട്ട് ആയിട്ട് മാറത്തില്ല. അന്നേരം അതെന്തുവായിട്ടാ മാറുന്നതെന്ന് അറിയാവോ? അതിനെ വിളിക്കുന്നതാണ് ചക്കച്ചവണി. ഓക്കെ, സോ അത് ഫ്രൂട്ട് ആയിട്ട് മാറാത്ത ഫ്ലവർ ആണ് ഈ ഇടയ്ക്കലത്തെ ചക്കച്ചവണി. മനസ്സിലാവുന്നുണ്ടോ? Yes. So the flowers that become fruits are the chakkachola. The fruits are called the chakkakuru, and the flowers which do not become fruits are called chakka chavani, and they are all arranged inside a common covering as a single fruit. കേട്ടോ? അന്നേരം ഇതിനെ വിളിക്കുന്നതാണ് മൾട്ടിപ്പിൾ. such fruits are called multiple fruits. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഇതെല്ലാം ഒരു സിംഗിൾ കവറിങ്, ഒറ്റൊരു കവറിങ് അകത്താ ഇതെല്ലാം കാണുന്നേ, ഇല്ലേ? സോ ആ ഒറ്റൊരു കവറിങ്ങിനകത്ത് കാണുന്നതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്.
Okay, so which is more in a jackfruit, the fruit or the unfertilized flowers that do not become fruit? So അവർ ചോദിക്കുന്നത് ഈ ജാക്ക് ഫ്രൂട്ട് ചക്കയ്ക്കകത്ത് ഏതാണ് കൂടുതൽ? ഫ്രൂട്ട് ആണോ, ചക്കച്ചൊളയാണോ, ചവണിയാണോ? ചക്ക ചവിണി മാം. ചവണിയാണോ? ഞങ്ങൾക്കൊക്കെ ചക്കച്ചൊളയൊക്കെ ഉണ്ടാവും. അത് ചക്കച്ചൊളയെക്കാട്ടി ഉണ്ടാവും മാം, പക്ഷെ ചക്കച്ചൊളയെക്കാട്ടി ഉണ്ടാവുന്ന ചക്ക ചവണിയാ. Yeah, I think so. Maybe I think it varies, ഇല്ലേ? ഒത്തിരി ഓരോ പ്ലാവ് അനുസരിച്ചിരിക്കും. പക്ഷെ I think you are correct. അത് നമുക്കൊന്ന് റീസെർച്ച് ചെയ്ത് നോക്കണം. Now you are familiar with different kinds of fruits. Examine the fruits used at home and identify the peculiarities of the ovaries. ഓരോ ഫ്രൂട്ട് നിങ്ങൾ എടുത്തു നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനാ പറയുന്നത്. how many ovaries are there in a flower? അതിന്റെ അകത്ത് എത്ര ovaries ഉണ്ട്? ഒരു ഫ്ലവറിനകത്ത് എത്ര ovaries ഉണ്ട്? Is there more than one ovule in the ovary? ഒരു ഓവറിക്കകത്ത് more than one ovule ഉണ്ടോ? How are the ovules arranged in the ovary? ഒരു ഓവറിക്കകത്ത് എങ്ങനെയാണ് ആ ovules അറേഞ്ച് ചെയ്തേക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ മനസ്സിലാക്കുന്നത്? ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് ഒരു ഫ്രൂട്ടിനകത്ത് ആ പൊസിഷൻ, ആ ഓവ്യൂൾസിന്റെ പൊസിഷൻ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നത്? ആർക്കും അറിയത്തില്ലേ? ഓവ്യൂൾസിന്റെ പൊസിഷൻ എങ്ങനെയാ മനസ്സിലാവുന്നത്? അവരുടെ സ്ഥലം എവിടെ ഇരിക്കുന്നേന്ന് എങ്ങനെയാ മനസ്സിലാവുന്നത്? ഓവ്യൂൾസ് എവിടെ ഇരിക്കുന്നേന്ന് എങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്നത്? അതിന്റെ സീഡ് നോക്കിയാ പോരെ? ഓ മൈ ഗാഡ്, മൈ യങ് സയന്റിസ്റ്റ്. എന്റെ സയന്റിസ്റ്റ് എല്ലാം ഉറക്കം വന്നെന്ന് തോന്നുന്നു, മടുത്തില്ലയോ? എന്റെ ടീച്ചറെ ഫ്ലവർ വയ്യ, ഇനി ഫ്ലവറിനെ കുറിച്ച് ഇനി വയ്യ പഠിക്കാൻ, ഇല്ലയോ? ടീച്ചർ ചോദിച്ചത് എന്താണ്? ഈ ഓവ്യൂൾസിന്റെ പൊസിഷൻ എവിടാ നമ്മള് മനസ്സിലാക്കുന്നതെന്നല്ലേ? എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ ആ ഫ്രൂട്ട് എടുത്തിട്ട് എവിടാണോ ആ സീഡ് ഉള്ളത് അവിടെയല്ലേ ഈ ഓവ്യൂൾ ഇരിക്കുന്നത്, ആണോ? യാ. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാരും ഇങ്ങനെ ടയേർഡ് ആയിരിക്കും അല്ലേ? ടീച്ചറെ മതി. സോ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. നിങ്ങള് യു ഷുഡ് റീഡ് ടിൽ പേജ് 42 കേട്ടോ. എല്ലാരും 42 പേജ് വരെ വായിക്കണം. നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിച്ചു, ആഗ്രിഗേറ്റ് ഫ്രൂട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, റൈറ്റ്? സോ നമ്മള് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്താണ്, സിമ്പിൾ ഫ്രൂട്ട്സ് എന്താണ്? Only one fruit is formed from each flower. ഒരു ഫ്ലവറിൽ നിന്ന് ഒറ്റൊരു ഫ്രൂട്ട് ഫോം ചെയ്തതാണ് സിമ്പിൾ ഫ്രൂട്ട്സ്, റൈറ്റ്? യാ. ആഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലവറിൽ നിന്ന് മോർ ദാൻ വൺ ഫ്രൂട്ട് ഉണ്ടാവുന്നു, റൈറ്റ്? ഒന്നിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവുന്നു, അതിന് പറയുന്നതാണ് ആഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്, റൈറ്റ്? സോ ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒറ്റ ഒരു സിംഗിൾ ഫ്രൂട്ട് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക, ഇല്ലേ? അതെല്ലാം ഒരുമിച്ച് ഒരു സിംഗിൾ കവറിങ്, ഒരു കോമൺ കവറിങ്ങിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. Alright? I think this much is enough. So let's stop and see you tomorrow same time. കേട്ടോ? Let's read the next of the further on the lesson. Bye bye. Take care. സംശയമുള്ളത് ടീച്ചർ Okay, ma'am. Thank you. Bye bye, ma'am. Bye.